ഹലോ ഹലോ. ഇന്ന് പൊന്നുട്ടാനുണ്ട് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാനായിട്ട്. ഇന്ന് ഞാനൊരു വീണ്ടും ഒരു ക്രിസ്മസ് ഡെക്കോർ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഇതിന് സ്നോ ഫ്ലേക്സ് എന്നൊക്കെ പറയും, നമുക്കിതിനൊരു കുട്ടി നക്ഷത്രം എന്നൊക്കെ പറയാം. അതിനായിട്ടൊരു A4 കളർ ഷീറ്റ് 4ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും അതിൻ്റെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പകുതി മടക്കിയിട്ട് ഒരു തരി സ്പേസ് വിട്ടതിന് ശേഷം വേണം മടക്കാൻ. ആ തരി മടക്കിയതിൻ്റെ അവിടെ നിന്ന് നമ്മൾ പശ വെച്ചിട്ട് പിന്നെയും നമ്മൾ മടക്കി ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവട്ടെ, ഞാൻ പറയുന്നതിനൊക്കെ നല്ല വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു കുഴൽ പോലെ അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെയൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഡബിൾ കളറിലാട്ടോ ചെയ്യുന്നത്, വേണമെങ്കിൽ സിംഗിൾ കളറിലൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് എടുക്കുന്നത്, അല്ലാതെ ഇതുപോലെ തന്നെ പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് എടുക്കണം. ഇത് സിംഗിൾ കളർ ആകുമ്പോഴും ഭംഗിയുണ്ടാവും, ഇത് ഡബിൾ കളറിലും രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ട്രീ ഒക്കെ ഉണ്ടല്ലോ, ട്രീയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഞാത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ തന്നെ കുളത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ മുമ്പ് ഒരു സ്റ്റാർ ഇട്ട വീഡിയോയിൽ കണ്ടാലും അറിയാം, നമ്മളൊരു പാറ്റേൺ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ പ്രൊഫൈൽ കയറിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ പാറ്റേൺ വരച്ചെടുക്കുന്നുണ്ട്, ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് അതിന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഭംഗിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പാറ്റേൺ നല്ല കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇത് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരും. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് മനസ്സിലാവും. അപ്പോൾ ഞാൻ വെട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചില്ല, അവിടെ നമ്മൾ അതിൻ്റെ നടുക്കിൽ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് കുറച്ച് പശ തേച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ തുടയ്ക്കുന്ന വെച്ചാൽ കൂടുതലായി കഴിഞ്ഞാൽ അതിങ്ങനെ പേപ്പർ കീറി തുടങ്ങും. പേപ്പറിന് അത്ര കനമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കീറും. അപ്പോൾ കുറച്ച് പശ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ വെട്ടിയെടുക്കുകയാണ്. വെട്ടിയെടുക്കുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചെറിയ കത്രിക വെച്ചിട്ട് വേണം കേട്ടോ വെട്ടിയെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ കത്രികയൊക്കെ ആണെങ്കിൽ പേപ്പറിൻ്റെ ആ പാറ്റേൺ കൂടുതലായിട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ വെട്ടുമ്പോൾ സമയത്തും കറക്റ്റാക്കിയിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ വെട്ടിയെടുക്കാനായിട്ട്. ഇത് വെട്ടിയെടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിലാണ് കറക്റ്റ് നിങ്ങൾക്ക് ഒരു ഷേപ്പ് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ നമുക്കിതൊരു അച്ചു പോലെയൊക്കെ, അതായത് ഒരെണ്ണം വരച്ചെടുത്ത് വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കത് വെച്ചിട്ട് തന്നെ മറ്റുള്ള പേപ്പറിൽ വെച്ച് കൊടുത്തിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓരോ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോ ആയിട്ട് വരാമെന്നുണ്ട്. അപ്പോൾ പറ്റണ പോലെയൊക്കെ നമുക്ക് വീഡിയോ ഇടും. അപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ഫോളോ ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും വീഡിയോ ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അച്ചോ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് പോലെ എടുത്തിട്ട് ഞാൻ എല്ലാത്തിലും അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാനിത് എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഈ ഒരു വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ എല്ലാം ഒന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് കളറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഒന്നിടവിട്ട് നമ്മൾ മിക്സ്ഡ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം നീലയുമ്പോൾ ഞാൻ പശ തേക്കുന്നുണ്ട്, നടുക്കിൽ മാത്രം കേട്ടോ. അതായത് ആ മുകൾ വശത്തുള്ള ആ കുനിപ്പ് വരെ നമ്മൾ പശ തേച്ചിട്ട് പിന്നെ നമ്മൾ ആ റോസ് കളർ പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ നീല, അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഷേപ്പ് ഉണ്ടല്ലോ, 2 സൈഡിലും 2 ഡിഫറെൻറ്റ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ പാറ്റേൺ നോക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്കങ്ങനെ തല തിരിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല സ്റ്റാറിനെ. അപ്പോൾ ഞാനതിങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫുള്ള് A4 4 പീസിൽ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് ഷേപ്പ്, അതായത് ഒരു 9 to 9 സെൻറ്റിമീറ്ററിലൊക്കെ ചെയ്ത ചെറുതായിട്ട് കിട്ടും കേട്ടോ. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് വിടർത്തി നോക്കണം. അതായത് എക്സ്ട്രാ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി ഒട്ടി പിടിക്കാതെ നോക്കണം. ഒന്ന് വിടർത്തി നോക്കുമ്പോൾ കണ്ടു ഇങ്ങനെയായിട്ട് ഇരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കോറൊക്കെ ചെയ്ത് നോക്കുന്നത്, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് വരാം. കണ്ട, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെയും കൂടെ നമ്മളിതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഭാഗം കൂടെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യാം. എനിക്ക് ക്രിസ്മസിൻ്റെ നമ്മളെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. നമുക്ക് ലോ ബഡ്ജറ്റിലൊക്കെ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഐഡിയ ഒക്കെ ഞാൻ നോക്കിയിട്ട് അതുപോലെ ചെയ്യാട്ടാണ്ട. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചിരടോ നൂലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് തൂക്കിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീടുകളിലൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.